രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നേരിടാൻ സ്റ്റാൻഡിംഗ് ആർമിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. പരിശീലനം ലഭിച്ച പോലീസുകാരുടെ പ്രത്യേക സേനയെയാണ് സ്റ്റാൻഡിംഗ് ആർമി എന്ന് വിശേഷിപ്പിക്കുന്നത്. കലാപം നേരിടുക എന്ന ലക്ഷ്യമേ ഈ സേനക്കുള്ളൂ. പ്രത്യേക ഓഫീസർമാരുടെ കീഴിൽ വരുന്ന ഈ സേനക്ക് പ്രക്ഷോഭം നടക്കുന്നിടങ്ങളിലേക്ക് വേഗത്തിലെത്താനും അനുയോജ്യ നടപടികൾ സ്വീകരിക്കാനും അധികാരമുണ്ടാകും. അക്രമം കൈകാര്യം ചെയ്യുന്നതിൽ നിലവിലെ പോലീസ് സേന പാടുപെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്റ്റാൻഡിംഗ് ആർമി രൂപീകരിക്കുന്നത്. സൈനികമായ നടപടി അല്ലെങ്കിലും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പോലീസിന് ഇവർ മുതൽക്കൂട്ടാണ്. അതേസമയം നഗരത്തിൽ പലയിടത്തും പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് നിരവധി പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടിയേറ്റക്കാരായ അഭിഭാഷകരെയും അവരുടെ ഓഫീസും ലക്ഷ്യമിട്ടൊക്കെ ആക്രമണം നടന്നു. ഇതിനിടെയാണ് സുരക്ഷ വിലയിരുത്താൻ കീർ സ്റ്റാർമർ ഉന്നതതല യോഗം വിളിച്ചത്. കലാപകാരികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലാപത്തെ തീവ്ര വലതുപക്ഷ കൊള്ള എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ശക്തമായി നേരിടുമെന്ന മുന്നറിയിപ്പും നൽകി. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതരായിരിക്കാൻ അവകാശമുണ്ട്. മുസ്ലിം സമുദായത്തെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെക്കുന്നതും പള്ളികൾക്കെതിരായ ആക്രമണങ്ങളും നാസി സല്യൂട്ടും ന്യായീകരിക്കാനാവില്ല. ഇതിനെ തീവ്ര വലതുപക്ഷ കൊള്ള എന്ന് തന്നെ വിളിക്കണം. ഇങ്ങനെയായിരുന്നു സ്റ്റാർമറിന്റെ വാക്കുകൾ. മസ്ജിദുകൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ വിദ്വേഷം അടിച്ചുവിടുന്നവർക്കും നിയമം ഒരുപോലെ ബാധകമായിരിക്കുമെന്നും സ്റ്റാർമർ വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ സൗത്ത് പോർട്ടിൽ നടന്നൊരു ഡാൻസ് പാർട്ടിയിൽ 3 പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതി അഭയാർത്ഥിയാണെന്ന സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തയാണ് പ്രക്ഷോഭത്തിലേക്ക് എത്തിയത്. അക്രമത്തിൽ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. അതിനിടെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഒരാഴ്ചയായിട്ടും തുടരുന്ന സാഹചര്യത്തിൽ ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇന്ത്യക്കാർക്കായി സുരക്ഷാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും തദ്ദേശീയ വാർത്തകളും മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണമെന്നുമൊക്കെയാണ് നിർദ്ദേശത്തിലുള്ളത്.